വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം ഞാൻ കുറേ നാളെ വീഡിയോയിൽ ഇട്ടിട്ട് ഭയങ്കര കുറേ പറഞ്ഞാൽ ഒരാഴ്ചക്കും മേലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, എനിക്ക് സമയം ഉണ്ടായിട്ടില്ല, നല്ല പണിയല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ അതിനുള്ളൊരു സാഹചര്യ സന്ദർഭം ഉണ്ടായിരുന്നില്ല, വ്ളോഗിനിടാൻ പറ്റുന്ന സാഹചര്യ സന്ദർഭം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഇട്ടില്ല. പക്ഷെ ഇന്നൊരു സാഹചര്യ സന്ദർഭം വന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇന്നൊരു വ്ളോഗ് ഇടാം എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ചേച്ചി തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട്, അല്ല തയ്യൽ പഠിക്കാനല്ല, ചേച്ചി തയ്യൽ പഠിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാകുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ വേറൊരു പർച്ചേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അതെന്താണെന്ന്. ഇപ്പോൾ ഓട്ടോ ചേട്ടന് വേണ്ടി കാത്തുക്കുന്ന ഓട്ടോ ചേട്ടൻ ആരും വന്നിട്ടില്ല, അപ്പോൾ അയാൾക്ക് വേണ്ടി കാത്തുപാട് നമ്മൾ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ സ്ഥലത്തെത്തിയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് കാണാം. ബൈ ബൈ. ഇവിടെ കുണ്ടുപുളിയൊക്കെ തുള്ളിച്ചിട്ടാണ് പോകുന്നത് പുള്ളി, മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട്. പൊന്നച്ചിക്ക് നീ കുറച്ച് നാണാണ്. ആണല്ല, ഞാൻ രോഗിയാണ് ഗൈസ്. പൊന്നച്ചി കഴിയുന്നില്ല പാവം, പക്ഷെ എനിക്ക് നല്ലോണം കഴിയുന്നുണ്ട്. ഒരാൾക്ക് എനർജി മതിയല്ലോ. പൊന്നച്ചി ഹലോ, രോഗിയാണ്, എനിക്ക് അസുഖം വന്നു. സൗണ്ട് എഫക്റ്റ് ഒക്കെ വേറെയാണ്, സൗണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല ആദ്യം. ഇപ്പൊ വ്ളോഗ് ഇറക്കിയത് കണ്ടപ്പോ സൗണ്ട് എഫക്റ്റ് ഇട്ടതാണ്. അതെ അതെ, അഭിനയിക്കാൻ വെക്കാറില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കലുണ്ട്. അഭിനയ കുലപതി ശരണശങ്കർ. ഇപ്പം ട്രാഫിക് കുടുങ്ങി, അതുകൊണ്ട് അണ്ണന് സ്കില്ലെടുക്കാനുള്ള ഒരു ഇതില്ല. ഓട്ടോക്കെ തുറപ്പി 170 ഉറുപ്പ്യ എടുത്തിട്ട് റോയൽ ഡെക്കർ എന്നുള്ളൊരു കടയിൽ വന്നാ ടേബിൾ എടുക്കാൻ നോക്കുമ്പോൾ ടേബിളില്ല. ഇനി വീണ്ടും തിരിച്ച് 170 ഉറുപ്പ്യ എടുത്ത് വീട്ടിൽ കൊണ്ട് ബ്ലോഗ് കഴിഞ്ഞു. ബൈ. ഇത്രയും വലിയ ഗതികെട്ടവർ വേറെ ആരുണ്ട് ചേച്ചി? ഇവിടെ ചോദിക്കണോ? ചോദിച്ചു നോക്കണോ വെറുതെ? ഇത്രയും വലിയ ഗതികേട് വേറെ ആർക്കും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് ഒരിക്കലും ഒന്നും ചെയ്യരുത്, കാരണം തേയും. നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് റോയൽ ഡെക്കർ അടക്കാൻ ടേബിളും ഇല്ല, ഒന്നുമില്ല. സോഫയിലും ഉണ്ട്, പക്ഷെ ഭയങ്കര പൈസ, 14,000 ഉറുപ്പ്യക്ക്. ആരും ഇങ്ങോട്ട് വരരുത് ഗൈസ്. ചെയ്ത ഹോസ്പിറ്റൽ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ പലതും കാണിക്കും, ആരും ഒന്നും വിശ്വസിക്കരുത്. ഫസ്റ്റ് വിളിച്ചു ചോദിക്കുക, ചേട്ടാ അവിടെ കാര്യങ്ങൾ ഉണ്ടോ എന്ന്. എന്നിട്ട് വിളിച്ചു ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളുക, അല്ലെങ്കിൽ ഇതേപോലെ മൂഞ്ചും. സോറി, സെൻസർ ഇതേപോലെ തേഞ്ഞു പോകും. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് ചേച്ചി? അറിയില്ല, ഫുഡ് കഴിക്കാൻ പോവാം. എവിടെയാ ഫുഡ് കഴിക്കാൻ പോണ്ടേ? അറിയില്ല, കഴിക്കാൻ പോവാ. കൊഞ്ചിക്ക് തീരെ കഴിയുന്നില്ല ഗൈസ്, അഭിനയാണ്, നല്ല ആക്ടിങ് ആണ്. അസുഖം പിടിച്ച് ഞാൻ എവിടെയെങ്കിലും കടന്നാൽ പോലും ഇവിടെ തിരിഞ്ഞു പോകൂല. അപ്പൊ പറയും ചേച്ചിക്ക് അഭിനയാണ് അഭിനയാണ്. എന്തിനാ ചേച്ചി ഇങ്ങനെ അപരാധം പറയുന്ന ഒരു രീതിയിൽ നോക്കിയിട്ട്? അങ്ങനൊന്നല്ല കേട്ടാ, ഞാൻ തിരിഞ്ഞു നോക്കലുണ്ട്, സങ്കടം എനക്ക് കുറച്ച്. അപ്പൊ അടുത്തത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് തീരുമാനിച്ചിട്ട് ഞാൻ വ്ളോഗ് ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഈ വ്ളോഗ് പുറത്തു പോകില്ല, കാരണം ഇതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ ബൈ ഗൈസ്. വണ്ടി ബുക്ക് ചെയ്തു, ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന് തേഞ്ഞത് കൊണ്ട് നമ്മൾ ഒരു ഹോട്ടലല്ല ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ആ വിഷമം തീർക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. എല്ലാത്തിനും പരിഹാരം നമുക്ക് ഭക്ഷണമാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്തതായി നെഹദി മന്തിയിൽ പോയി. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമല്ല കഴിക്കും, കാരണം അടുത്ത് വേറെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അപ്പോൾ നല്ല വിശക്കും. ഒരു മിനിറ്റ്. അപ്പോൾ നെഹദി പോയി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. ആ ഒരു ഇൻസ്റ്റാഗ്രാമും കണ്ട് വന്ന് നമ്മളെ മണ്ടത്തരത്തിൻ്റെ ഇത് നമുക്ക് ഇതാക്കണമല്ലോ അല്ലേ? നെവർ എവർ ട്രസ്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ
ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 14,000 രൂപയാണ്. ഞാൻ ഓൺലൈനിൽ കണ്ട 4,500 രൂപ. ഞാൻ ആ വീഡിയോ കണ്ടില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഉറപ്പായി ഞാൻ വരില്ലായിരുന്നു. ഇവിടെ എണ്ണം വിളിക്കുന്നത് അണ്ണൻ വിളിക്കുന്നുണ്ട്. അണ്ണൻ കന്നഡ നല്ലോണം കൊത്തുന്നത് ശരണശങ്കർ. വേറെ ആരോ പോലും ശരണശങ്കർ കന്നഡ നല്ലോണം കൊത്തും. സോറി, പക്ഷെ എനിക്ക് കന്നഡ കൊത്തില്ല. വേറൊരു മണ്ടത്തരം സംഭവിച്ചു എന്നറിയാം. ഞാൻ ആദ്യം വെച്ച് ചർച്ച് സ്ട്രീറ്റ് പോവാണ്. എന്നിട്ട് ചർച്ച് സ്ട്രീറ്റ് പോകുന്ന അയ്യോ ഞാൻ എന്നെ കാണിക്കണ്ട, എന്നെ പിടിച്ച ചർച്ച് സ്ട്രീറ്റ് പോകാൻ ആദ്യം വിചാരിച്ചു. എന്നിട്ട് ചർച്ച് സ്ട്രീറ്റ് പോകാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്തേ. അപ്പം നമ്മൾ മെട്രോയുടെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ചേച്ചിയോട് സീരിയസ് റോയി നമ്മളൊന്ന് മണ്ടന്മാർന്ന് മെട്രോയിലൊക്കെ പോയാൽ പോലെ എന്നെല്ലാം പറഞ്ഞിട്ട് ആ വണ്ടി ക്യാൻസൽ ചെയ്തു. ആ വണ്ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് മെട്രോയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് യെല്ലോ ലൈനാണ്. യെല്ലോ ലൈൻ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തില്ല. അങ്ങനെ അത് അവിടെ തേഞ്ഞു. രണ്ടാമത്തെ തേര്. ഇന്നത്തെ രണ്ടാമത്തെ അബദ്ധം. മൂന്നാമത്തെ അബദ്ധം എനിക്കൊന്നും നെഗറ്റീവ് പോകുന്നുണ്ട് കേട്ടോ. രാവിലെ മുതൽ നമ്മള് ഇങ്ങനെ അബദ്ധമാണ്, ഫുൾ അബദ്ധങ്ങൾ മാത്രം നടക്കുന്നത്. കാര്യത്തിൽ പുറത്തുള്ളത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ലുക്കിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതായത് കടയിൽ പോയാൽ അറ്റ്ലീസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട് അതിന് നമ്മൾ കുറച്ച് മേലെ ചെയ്താൽ പക്ഷെ ഒരു കാര്യമില്ല. അതെ, ഇതിപ്പോ ഇന്നത്തെ ഫുൾ അബദ്ധമായി പോയി. ഇന്നത്തെ ദിവസം അബദ്ധമാണ്. അപ്പൊ ഇനി അടുത്ത് നെഹദീന്ന് കാണാം. ഫോട്ടോ വന്നു. ബൈ ഗൈസ്. ബൈ. ഇത്രയും സാധനം കഴിച്ചിട്ടും കുനാഫയും കൂടി കഴിക്കുന്നത് നമ്മുടെ ആ ഒരു ഇതിങ്ങനെ ചെറുതാക്കുന്നത്. ഇനി കുനാഫയും കൂടി ആയ സെറ്റായില്ലേ ചേച്ചി? വളർന്നുല്ലേ? എങ്ങനെയുണ്ട് കുനാഫ? പോയിട്ട് ഉറക്കം. നിങ്ങൾക്ക് വേറൊരു കുനാഫ സ്പോട്ട് ഞങ്ങൾ കാണിച്ചു തരാം. യെസ്, വൺ ഡേ ഇൻഷാ അല്ലാ. ഓക്കെ, ഒന്നും പറയാനില്ല. ചത്തു കഴിച്ച് ചത്തു എല്ലാം കൂടി കഴിച്ചിട്ടൊക്കെ മത്ത് പിടിക്കുന്നു. ആള് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടയൊക്കെ ഇട്ടിട്ട് സ്മോൾ ഫുള്ള് ഇങ്ങനെ ഇരിക്കുന്നതാണ്. വെരി പുവർ ഗേൾ. ഇറ്റ്സ് സോ ഹെവി. ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഒരു ഇതുമില്ലാതെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വീണ്ടും നെഹദിയുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഇത്രയും തേജൊരു ദിവസം പറയണ്ടായില്ല അല്ലേ? ട്രാഫിക് ഓട്ടോ ചേട്ടൻ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഷോപ്പിങ്ങൊന്നും നടന്നിട്ടില്ല. ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ട ക്യൂട്ട്നെസ് കണ്ട, ഉറങ്ങിയിട്ട് ക്യൂട്ടായി. ഞാൻ കുറച്ച് ഇറങ്ങിയിട്ട് നമ്മളല്ല പൊന്നുവെച്ച് പനീർ ബട്ടർ മസാലയും ഞാൻ ഷേസ്വാൻ ഫ്രൈഡ് റൈസ്. മന്തി പോയിട്ട് മന്തി കഴിക്കാണ്ട് ഇത് മാത്രം കഴിച്ച് തിരിച്ചു തരുന്ന ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ അതിനെ പേടിച്ചു പോയി. അവിടെ പോയി കഴിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് ഒരു കാര്യമില്ലാണ് നമ്മള് കുനാഫയും മറ്റേ എന്നാ അതിന്റെ പേര് കോൾഡ് കോഫി വെച്ച് കളഞ്ഞു വന്നിട്ട്. പക്ഷെ കുനാഫ ഷുഗർ കട്ടുള്ളവർ അത് കഴിക്കാതിരിക്കുക. ഞാൻ ഡെയിലി നമ്മൾ ഇന്ന് ചീറ്റ് ഡേ ആണല്ലോ. കുനാഫ നിങ്ങൾക്ക് അറിയാതെ നല്ലൊരു സ്ഥലമുണ്ട്. കുനാഫ അത് ഇന്ന് കാണിച്ചെടുക്കാൻ പറ്റുമോ? ഇന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ദിവസം കാണിച്ചു തരാം. നാളെ കാണിച്ചു തരാം. ബെസ്റ്റ് നാളെ അല്ല, അടുത്ത വ്ളോഗ് കാണിച്ചു തരാം. കോരമംഗലയിൽ ബെസ്റ്റ് കുനാഫ കിട്ടുന്ന സ്ഥലം കാണിച്ചു തരാം. കിടിലൻ കുനാഫയാണ് പൊന്നച്ചിലാകാൻ. അപ്പൊ നമ്മളിപ്പോൾ കാപ്പി പിടിക്കാൻ വേണ്ടി നമ്മളെ സ്ഥിരം സെന്തൂർ കഫേ പോകുന്നതാണ്. സെന്തൂർ എത്തിയിട്ട് കാണിക്കണോ അല്ല ഇപ്പോഴേ കട്ട് ചെയ്യണം ചേച്ചി? ഇനി എന്ത് സെന്തൂർ ഇങ്ങനെ കാണാതൊന്നുമില്ലല്ലോ. അവിടെ നിറച്ചു തിരക്കാം. നമ്മളവിടെ അവിടെ അവതരിപ്പിച്ചാലും പരാജയം. അവിടെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചടിച്ചിട്ട് വരുന്നേക്കും. അടുത്ത വീട്ടിൽ കഴിഞ്ഞ് വരും. ബൈ ബൈ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ. അപ്പൊ ബൈ ബൈ ഗായ്സ്.